നമസ്കാരം. കേന്ദ്ര ബജറ്റ് ദിനത്തിൽ വ്യത്യസ്തമായ പല വിവരങ്ങളാണ് വായനക്കാർ തേടുന്നത്. അതിലൊന്നാണ് ബജറ്റ് പ്രധാനമന്ത്രിമാർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വലിയൊരു ചോദ്യം. സാധാരണ ധനമന്ത്രിമാരാണ് ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. ഒരു വർഷത്തേക്കുള്ള വരവ് ചെലവ് പ്രതീക്ഷകളും ആവശ്യമായ കണക്കുകളുമായിട്ടാണ് ബജറ്റിൽ ഉൾക്കൊള്ളിക്കുക. അത് ധനമന്ത്രിമാർ അവതരിപ്പിക്കുക. ഇതിനുവേണ്ടി മാസങ്ങൾ നീണ്ട ചർച്ചകളും അതുപോലെ തന്നെ ഒരുക്കങ്ങളും വേണ്ടി വരാറുമുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് അവതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിമാരും നമുക്കുണ്ടായിട്ടുണ്ട്. 5 പ്രധാനമന്ത്രിമാർ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുമുണ്ട്. 3 പേർ പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ബജറ്റ് അവതരിപ്പിച്ചവരാണ്. 2 പേരാവട്ടെ ധനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയവരുമാണ്. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഈ ഒരു പട്ടികയിൽ ഒന്നാമതുള്ള ആൾ. പ്രധാനമന്ത്രി പദത്തിലിരിക്കെ 1958-59 വർഷത്തേക്കുള്ള ബജറ്റ് അദ്ദേഹമാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ധനമന്ത്രിയായിരുന്ന ടി കൃഷ്ണമാചാരി മരിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ചുമതല നെഹ്റുവിലേക്ക് എത്തിയത്. കുറച്ചു കാലം മാത്രമേ ജവഹർലാൽ നെഹ്റു ധനവകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടുള്ളൂ. എങ്കിലും ദീർഘവീക്ഷണമുള്ള ഒരു ബജറ്റായിരുന്നു അന്ന് നെഹ്റു അവതരിപ്പിച്ചത്. പൊതുമേഖലയ്ക്ക് ഊന്നൽ നൽകിയായിരുന്നു നെഹ്റുവിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത്. ശാസ്ത്ര വ്യവസായ നേട്ടങ്ങളും ആ ബജറ്റിൽ ലക്ഷ്യമിട്ടു. ജലസേചനം, കാർഷിക മേഖല എന്നിവയുടെ വികസനത്തിനും വലിയ ഫണ്ട് നീക്കിവെക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് ആയിരുന്ന നെഹ്റുവിൻ്റെ ധനനയം രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ളത് തന്നെയായിരുന്നു. പ്രധാനമന്ത്രി ആകും മുമ്പ് ധനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ദേശായി. 10 ബജറ്റ് അവതരിപ്പിച്ചെന്ന റെക്കോർഡിന് ഉടമ കൂടിയാണ് മൊറാർജി ദേശായി. ആദായ നികുതി കുറച്ച് നികുതി വെട്ടിപ്പ് ഇല്ലാതാക്കുക എന്ന രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. 1967 550 കോടി കമ്മി ബജറ്റ് അവതരിപ്പിച്ച ഹരിത വിപ്ലവത്തെ പിന്തുണച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. 1977 പ്രധാനമന്ത്രിയായ ശേഷം മൊറാർജി ദേശായി ബജറ്റ് പിന്നീട് അവതരിപ്പിച്ചിട്ടില്ല. ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രിയായിരിക്കെ ധനവകുപ്പ് ചുമതലയും അവർ ഇടക്കാലത്ത് വഹിക്കുകയും ചെയ്തിരുന്നു. 1970 ഇത്. ആ സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഇന്ദിരാഗാന്ധിയാണ് അവതരിപ്പിച്ചത്. മൊറാർജി ദേശായി രാഷ്ട്രീയ ഭിന്നതയെ തുടർന്ന് ധനവകുപ്പ് ഒഴിഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ദിരാഗാന്ധി ബജറ്റ് അവതരിപ്പിച്ചത്. സാമ്പത്തിക അസമത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ബജറ്റ്. സമ്പന്നർക്ക് കൂടുതൽ നികുതി ചുമത്തുന്ന രീതിയായിരുന്നു ഇന്ദിരാഗാന്ധി തുടർന്നത് തന്നെ. ധനമന്ത്രിയായിരുന്ന VP സിംഗിന്റെ അപ്രതീക്ഷിത രാജിയാണ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1987 ബജറ്റ് അവതരിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. ആധുനികവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ നയമെന്ന് പറയുന്നത്. ഇതുവരെ ബജറ്റുകളിൽ രാജ്യം പുലർത്തിയ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വഴിയായിരുന്നു രാജീവ് ഗാന്ധിയുടേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി ആകും മുമ്പ് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണത്തിന് വേഗത കൂട്ടിയത് അദ്ദേഹത്തിന്റെ ബജറ്റായിരുന്നു. രാജ്യത്തിന്റെ അതിവേഗ വളർച്ചയ്ക്ക് കാരണം മൻമോഹൻ സിംഗിന്റെ ബജറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നും സാമ്പത്തിക നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നതും അദ്ദേഹത്തിന്റെ 90കളിലെ ആ ബജറ്റ് തന്നെയാണ്.